ഇങ്ങനെ കറങ്ങി കേറി അങ്ങനെ പോകുന്നത് കണ്ടോ കണ്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ദിണ്ടുഗൽ തലപ്പാക്കട്ടി ബിരിയാണി. ആ വഴിയാണോ? ഓക്കെ, ആ വഴിയാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകുന്നത്. അതുപോലെ ഗവി, അതുപോലെ പമ്പയൊക്കെ പോകുന്നത് വഴിയല്ലേ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ മധുരയ്ക്കടുത്ത് ദിണ്ടിഗലിൽ നിന്ന് നമ്മുടെ തേനിക്ക് പോകുന്ന വഴിയിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെങ്കോട്ട വഴിയാണ് സാധാരണ കേരളത്തിലേക്ക് പോകാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് വഴി മാറ്റി പിടിച്ച് നമ്മുടെ കുട്ടിക്കാനം, കമ്പം, അതുപോലെ കുമ്മിളി, കോട്ടയം റോഡ് വഴി അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഈ തേനി-കമ്പം അതുവഴിയുള്ള പ്രകൃതി രമണീയമായ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഈ തേനിയിലേക്ക് പോകുന്ന വഴിക്ക് പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തിയതാണ്. കാരണം കേരളത്തിലേക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. നമ്മുടെ പെട്രോളൊക്കെ ഫുള്ളായിട്ട് ടാങ്ക് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ടല്ലേ സുന്ദരരാജപുരം ത്തിനടുത്താണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ NH44 നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ട് തേനി. പിന്നെ കമ്പം അവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ. അപ്പം കമ്പം തേനി, അതായത് തേനി-കമ്പം കുമിളി അതുവഴിയുള്ള നമ്മുടെ കേരളത്തിൻ്റെ ആ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ശരിക്കും ടോൾ റോഡ് വഴി വന്നാലുള്ള മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഈ ചില ജംഗ്ഷനുകളിലൊക്കെ കട്ട് ചെയ്ത് സർവീസ് റോഡ് വഴി പോയാൽ മാത്രമേ നല്ല ആഹാര സാധനങ്ങളൊക്കെ നിർത്തി കഴിക്കാൻ പറ്റൂ. പക്ഷെ അത് ഇതുപോലുള്ള ചെറിയ ചെറിയ റോഡ് വഴി നാട്ടിൻപുറത്ത്, അതായത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള റോഡ് വഴിയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കാൻ, ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ശരിക്കും നമുക്ക് ഈ ലോങ് ട്രാവൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സൈഡിലൊക്കെ വണ്ടി ഒതുക്കി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മളിതിനിടയ്ക്ക് നിർത്തിയിട്ട് ഇവിടുന്ന് ഒരു ദിണ്ടുഗൽ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുമെന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവരുടെ തന്നെ കേട്ടോ, ദിണ്ടുഗൽ തലപ്പാക്കട്ടി അവരുടെ തന്നെ കേട്ടോ. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. എന്നാലും ഇവിടെയാണ് സംഭവം. അപ്പം ദിണ്ടുഗൽ ബിരിയാണി കഴിച്ചിട്ട് വരാം. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ദിണ്ടുഗൽ തലപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിത് പോകുന്ന വഴിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമയം 2:15. നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. ഇവിടെ പോയിട്ട് തലപ്പാക്കട്ടി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കയറുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടല്ലേ, മീൽസ് ഫോർ 2 സ്റ്റാർട്ട്സ് അറ്റ് 599. അതുപോലെ 4 പേർക്കാണെങ്കിൽ 1999 കേട്ടല്ലേ. അപ്പോൾ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ വേണ്ട ഇതുപോലുള്ള പ്ലേറ്റിൽ നമ്മുടെ വാഴയില കട്ട് ചെയ്തിട്ടാണ് അവർ ഫുഡ് കൊണ്ടുവരുന്നത്. കണ്ടല്ലേ, കണ്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതാണ് തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. അതുപോലെ ഇത് തലപ്പാക്കട്ടി ചിക്കൻ 65 ബിരിയാണി. കണ്ടോ, ചെറിയ റൈസാണ് കേട്ടോ. തലപ്പാക്കട്ടി ബിരിയാണി കേട്ടോ, കുഞ്ഞൻ റൈസാണ്. കുറച്ച് ഓയിലി ആണെന്ന് തോന്നുന്നു. കാണല്ലേ, ശരിക്കും തലപ്പാക്കട്ടി ചിക്കൻ 65 ബിരിയാണി ബോൺലെസ് ആണ്. പക്ഷേ ഈ തലപ്പാക്കട്ടി ബിരിയാണി ബോണുള്ളതാണ്. 2 വലിയ പീസ് ചിക്കനുണ്ട്. മസാല ഇട്ടുള്ള നമ്മുടെ നോർമൽ ചിക്കൻ ബിരിയാണി റൈസ്. എങ്ങനെയുണ്ട് ബിരിയാണി? കൊള്ളാം, അടിപൊളി ടേസ്റ്റാണ്. മക്കളെ ബിരിയാണി എങ്ങനെയുണ്ട്? പ്രേ ബിരിയാണി എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. നല്ല നമ്മുടെ നെയ്യിട്ട ഉണ്ടായിരുന്നു. അല്ലേ, നെയ്യിൻ്റെ ഒരു മണം വരുന്നുണ്ടല്ലേ, നല്ല നെയ്യിൻ്റെ മണം. ശരിക്കും പറഞ്ഞാൽ ചിക്കനൊക്കെ ആണല്ലേ നല്ല സോഫ്റ്റാണ്. അതുപോലെ ഏത് നെയ്യോ ഉപയോഗിക്കുന്നില്ല, ആ നെയ്യുടെ ടേസ്റ്റ് നല്ല പോലെ നിൽക്കുന്നുണ്ട്. നല്ല കൊള്ളാം, അടിപൊളി. കണ്ടോ, ഇത് ചിക്കൻ ബാർബിക്യൂ ആണ്. ഇത് ഒരു ക്വാർട്ടറാണ്. ക്വാർട്ടറിന് 149 രൂപയാണ് റേറ്റ്. അതിൻ്റെ കൂടെ സവാളയിലേതൊക്കെ ഇട്ടത്, അത് മയണൈസ് ഉണ്ട്. അങ്ങനെ 2 പീസ് കഴിച്ചിട്ട് ടേസ്റ്റ് അങ്ങനെയുണ്ട്. $1575.
1575 രൂപയ്ക്ക് 5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഈ ബക്കറ്റിൽ കിട്ടും. അത് പാഴ്സലായിട്ട് വാങ്ങിക്കാം. വേണ്ട, പല പല ബക്കറ്റിലുണ്ട് കേട്ടോ. ജംബോ, ഫാമിലി ആൻഡ് പാർട്ടി. അതാണ് റിസപ്ഷൻ. അതുകൊണ്ട് നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കൊടൈക്കനാൽ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൊടൈക്കനാൽ റൂട്ട് ഇനി കുറച്ച് ദൂരം പോയിട്ട് റൈറ്റ് കട്ട് ചെയ്ത് വേണം കൊടൈക്കനാൽ പോകാൻ. നമ്മൾ നേരെ തേനി ഭാഗത്തേക്ക് പോകും. തേനിയിൽ നിന്ന് നേരെ കമ്പം, കമ്പത്തിൽ നിന്ന് കുമിളി, പിന്നെ കുമിളി കോട്ടയം റോഡ് വഴി നമ്മൾ കൊട്ടാരക്കര വഴി ആയൂരേക്ക് പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടുന്ന് തേനി ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. ശരിക്കും നമ്മൾ മാപ്പിൽ നോക്കുമ്പം 2 വശങ്ങളിലും നല്ല പച്ചപ്പ കാണുമ്പോഴും നല്ല ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ക്രോസിങ്ങുകളുണ്ട്. ആ ക്രോസിങ്ങുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ തമിഴ്നാടിന് തന്നെ ഈ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ അവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ക്രോസിങ്ങിൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത ഒരു സ്വിഫ്റ്റ്, സൂപ്പർ ആട്ടോ. ജംബോ വീലൊക്കെ ഇട്ട് ഫുള്ള് ഒരു ഡ്യുവൽ ടോണാണ്. നമ്മുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റാണ്. അത് അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ അധികം ചെയ്തെന്ന് പറഞ്ഞാൽ ജംബോ വീൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ബാക്കിൽ സ്പോയിലറുണ്ട്. നിങ്ങൾ കാണാനുള്ള ഭംഗിയുണ്ട്. നമ്മൾ തേനി ബൈപ്പാസ് വഴി തേനി ക്രോസ് ചെയ്തു. ഇനി ഇവിടുന്ന് കമ്പം ഏകദേശം ഒരു 36-35 കിലോമീറ്റർ ഉണ്ട്. റോഡ് കുഴപ്പമില്ല, റോഡ് നല്ല അടിപൊളി റോഡാണ്. സിംഗിൾ സൈഡ് റോഡാണെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സീലയാമ്പട്ടി ഇതുവരെ കേരള ബോർഡർ ആയില്ല. ഇതുപോലെ ഉണ്ടല്ലോ, ഇതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല, ഇതുപോലെ ഓരോരുത്തർക്കും ഇതുപോലെ ബാരിക്കേഡ് വെച്ച് തിരിച്ചു വിടുന്നത്. അവിടെ കുറച്ച് നേരം ചില സ്ഥലങ്ങളിൽ നല്ല തിരക്ക് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ പോകും. ഇന്ന് ആലോചിച്ചു, ശരിക്കും പറഞ്ഞ ഈ റോഡിൽ 2 സൈഡിലും ഇങ്ങനെ നോക്കത്താ ദൂരത്ത് നെൽപ്പാടമാണ് അല്ലേ, നീണ്ടു നിവർന്ന് കിടക്കും. അടിപൊളി. അതിന്റെ ബാക്കിലായിട്ട് ആ മലയിൽ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ അടിപൊളി. ഒരു വേറെ ഫീൽ തന്നെ കാണാൻ. ശരിക്കും നമ്മൾ കേരളത്തിലോട്ട് വന്നിട്ട് കുറച്ച് നേരം 6 മാസത്തോളമായി. അപ്പൊ അതുകൊണ്ട് പച്ചപ്പ് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി. ആനവണ്ടി, നമ്മുടെ ആനവണ്ടി ഉണ്ട്. നമ്മളെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ KSRTC വണ്ടിയെ കാണുമ്പോൾ നമ്മൾ ആ കേരളത്തിൽ കയറിയതിന്റെ ആ ഒരു സുഖം വേറെ തന്നെ. ആ വഴി നമുക്ക് കയറിപ്പോണ്ടേ, വളവ് കണ്ടോ, എസ് വളവ്. ഇങ്ങനെ കറങ്ങി കേറി അങ്ങനെ പോകുന്നത് കണ്ടോ ആ ഇങ്ങനെ കറങ്ങി കേറി ഇങ്ങനെ കറങ്ങി പോകുന്നത് വീശി. കണ്ടോ നമ്മളങ്ങോട്ട് കയറിപ്പോ, കണ്ടോ കുന്ന് കയറുന്ന കണ്ടോ വഴി കിടക്കുന്ന കണ്ടോ. ഇതാണ് ഗട്ട് റോഡ്. എന്തോ ഗട്ട് റോഡ്. അങ്ങോട്ടെല്ലാം ഗട്ട് റോഡാ. കേട്ടോ, ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്മാർക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടെന്നേ. ആഹാര സാധനങ്ങൾ ഇട്ട് കൊടുക്കല്ലോ മക്കളെ ഒരിക്കലും. കണ്ടോ അവരോട് റോഡിൽ വന്നിരിക്കുന്നുണ്ടോ. വണ്ടി കയറുന്നില്ല. വണ്ടി കുറച്ച് കൈയിട്ട് ബാക്കിലോട്ട് അടിക്കും. ബാക്കി വണ്ടിയുണ്ട് ബാക്കില്. ഒന്ന് വെയിറ്റ് ചെയ്യ. കുറച്ചൊന്ന് ബാക്കിലോട്ടോ. ബാക്കിലോട്ട് ഇറങ്ങണ്ടേ. അതാണ് ഞാൻ ഇത്തിരി ഗ്യാപ്പിട്ട് പോയതെന്ന് ഇടിച്ചേനൊക്കെ ഉണ്ടല്ലേ. കണ്ടോ ഇട്ട് കളിപ്പിക്കുന്നുണ്ടോ അവര്.
ശരിക്കും പറഞ്ഞാൽ അവിടെ ആ വണ്ടി ശരിക്കും ഒരു അതേത് വണ്ടിയാ അത്? നമ്മുടെ റെനോൾട്ടിന്റെ ക്വിഡാ. ആ വണ്ടി കയറുന്നില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ വന്ന് തട്ടിയെന്ന്. പിന്നെ നമ്മൾ ബാക്കിൽ ഫുള്ള് വണ്ടി പാക്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ബാക്കിലുള്ള വണ്ടി കൈ കാണിച്ച് കുറച്ച് ബാക്കിലോട്ട് ഇറക്കിച്ചിട്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ ആ പുള്ളി കയറ്റി വിട്ട്. പക്ഷെ അവിടെ നിർത്തി സഹായിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കിയിടാനുള്ള സ്ഥലമില്ല. പിന്നെ ആകെ ജാമാവും. ബാക്കിലുള്ളവർ ബഹളം തുടങ്ങും. ഈ ഗട്ട് റോഡിലൊരു ഒരു ഗുണമെന്ന് വെച്ചാൽ എല്ലാവരും ഗട്ട് റോഡ് ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു കരുതലോടുകൂടി ആ വരുന്നവർ കുഴപ്പമില്ല. 10% ചിലപ്പോൾ ആൾക്കാരെ ഉള്ളി ഒരുമാതിരി വല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നത്. തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റാണ്. കുമിളിയായി. അങ്ങനെ കുമിളി ചെക്ക് പോസ്റ്റ് ബോർഡറായി കേട്ടോ. ഗൂഡല്ലൂർ റേഞ്ച്. ഇതാണ് ഗൂഡല്ലൂർ റേഞ്ച് കേട്ടോ. ഇവിടെ അപ്പം നമ്മൾ കുമിളി എത്തി. ഇവിടെ കുമിളിയിലാണ് ഇത് ചെക്ക് പോസ്റ്റ് കേട്ടോ കേരളത്തിൽ. എനിക്കറിയത്തില്ലായിരുന്നു. കുമിളി ബോർഡർ ഭാഗമാണെന്നറിയാം. കുമിളി തന്നെയാണ് ചെക്ക് പോസ്റ്റും. അപ്പം നമ്മൾ ഗൂഡല്ലൂർ റേഞ്ചിലുള്ള ഗട്ട് റോഡ് കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ബസ്സുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ ഇവിടം വരെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മധുര തമിഴ്നാട് ഇവൻ്റെ കുമിളി ബസ് സ്റ്റാൻഡായത് കേട്ടോ. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ആൾക്കാർ പോകുന്നു. ബസ് വന്നത് എല്ലാം തമിഴ്നാട്ടിലേക്ക് തിരിച്ചു ഉള്ളതാണ്. അപ്പം നമ്മുടെ മുമ്പേ വന്ന 2 ബസ്സുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം തമിഴ്നാടിൻ്റെ ബസ് സ്റ്റാൻഡ് അവിടെ. ഇനി ഇവിടുന്ന് കൊട്ടാരക്കര 136 കിലോമീറ്റർ, ശബരിമല 129, കോട്ടയം 110 കിലോമീറ്റർ, കുമിളി കോട്ടയം 110 കിലോമീറ്റർ, KK റോഡ് അല്ലേ. അപ്പം നമ്മൾ കുമിളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് പോവാ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചയാണ്. കാരണം തേയിലത്തോട്ടങ്ങളൊക്കെ ആണ് കേട്ടോ. തേയിലത്തോട്ടം ഈ കുന്നിൻചെരുവ് ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. താണ്ടേ ഇതാണ്ടോ മക്കളെ ടീ കണ്ട തേയില കണ്ട. അടിപൊളി. ഇവിടെ ഒരു ഫോട്ടോ എടുത്ത് അടിപൊളിയാണ്. വണ്ടി ഇവിടെ മതിയിടാം. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ. സൂപ്പർ അടിപൊളി അല്ലേ. പൊളിച്ച് അല്ലേ. അതാണ് നമ്മൾ കുമിളിയിൽ നിന്ന് വണ്ടിപ്പെരിയാർ എത്തി. വണ്ടിപ്പെരിയാറിൽ കണ്ടോ ടീ പ്ലാന്റേഷൻ ഉള്ള സ്ഥലമാണ്. കന്നിമര ടീ പ്ലാന്റേഷൻ കണ്ടല്ലേ. ആ വഴിയാണോ? ഓക്കെ, ആ വഴിയാണ് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകുന്നത്. അതുപോലെ ഗവി, അതുപോലെ പമ്പയൊക്കെ പോകുന്നത് വഴിയല്ലേ. പമ്പയൊക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ വണ്ടിപ്പെരിയാർ ഭാഗത്താണ്. വണ്ടിപ്പെരിയാർ കോണിമാര ടീ എസ്റ്റേറ്റിലാണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പേ ആണെങ്കിൽ ഇവിടെ അകത്ത് കയറ്റി കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ അതുപോലെ ഇതാണ് ടീ പ്ലാന്റേഷൻ. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇടകൃഷിയായിട്ട് കണ്ടോ കുരുമുളക് കൃഷിയുണ്ട് കണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ട്. കുരുമുളകും തേയിലയാണ് ഇവിടുത്തെ കൃഷി കണ്ടില്ലേ. 2 സൈഡിലും. ആ സൈഡിൽ ഫുള്ള് അവിടെ മൊത്തം തേയിലയാണ്. അതുപോലെ ഇവിടെയാണ്. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളവരെ അവരെ അലവ് ഇതിനകത്ത് വന്ന് ഇവിടെയൊക്കെ ഫോട്ടോസ് എല്ലാം എടുക്കാം കണ്ടില്ലേ. നല്ല അടിപൊളിയാണ് കാണാൻ കണ്ടില്ലേ. പ്രയാഗിനിടയ്ക്ക് കിടന്ന് ഓടി ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് കടന്ന ഒരു യാത്രാനുഭവങ്ങൾ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സേലത്ത് സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഒരു 9:30-10 മണിക്കാണ് സേലത്ത് നിന്ന് തിരിച്ച് ഈ കുമിളി വഴി നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ എത്തി. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കൊട്ടാരക്കരയ്ക്ക് പോകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വണ്ടിപ്പെരിയാർ നേരെ കൊട്ടാരക്കരയ്ക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം ഒരു 120-130 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ യാത്രയും കൂടെ ഉണ്ട് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടുക. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം.